സിനിമയ്ക്ക് മുകളിൽ പോകുന്ന ചില കഥകൾ നമ്മുടെ കയ്യിൽ വരും. ആ കഥകൾ എന്ത് ചെയ്യും? സാറാമ്മച്ചി എന്താണോ, ബിബൻ എന്താണോ, അതുപോലെയാണ് അതിന്റെ ചുറ്റുപാട്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതെന്തിനാണെന്ന് നമ്മൾ ക്യാമറയിലൂടെ മനസ്സിലാകുമ്പോഴാണ് എന്തിനാണ് അങ്ങനെ. അല്ലെങ്കിൽ അവൻ ഈ ഒരു നല്ല ഷോട്ട് എന്നുള്ളതല്ല, നമുക്ക് ആ പരിപാടി എന്തിനാണെന്നുള്ളത് അവന് മനസ്സിലാവുന്നത്. ഒരു വലിയ കഥ എടുത്തിട്ട് ഇവിടെ ഒരു കുഞ്ഞു മലയാള സിനിമ ചെയ്യുക, ആ സിനിമ ഓടുന്ന ഭാഗ്യം പോയി. ഏറ്റവും ആദ്യത്തിന്റെ മലയാളികൾ പൊളിയാണ് എന്ന് പറയുന്ന ഒരു സാധനം, അത് നമ്മൾ ഒരുപാട് വേറൊരുപാട് പ്രൊജക്ട്സ് ഒരുക്കും. ഒരുപാട് നമുക്കറിയാം മലയാള സിനിമയ്ക്ക് എന്തുതരം എക്സ്പോഷറാണ് അതർ ലാംഗ്വേജ് അതർ റീജിയൻസിൽ കിട്ടുന്നത്. അങ്ങനെ ഒരു എക്സ്പോഷറിൽ നമ്മുടെ ഒരു സാധനം അവിടെ മലയാളത്തിൽ നിന്നുള്ള കേരളത്തിൽ നിന്ന് മലയാളികൾ ചെയ്തൊരു വർക്ക് എന്ന നിലയ്ക്ക് ചർച്ച ചെയ്യുന്നത് ഭയങ്കരമായ സന്തോഷവും ഹൈയും നൽകുന്നൊരു പരിപാടിയാണ്. ഇടയ്ക്ക് ഒരു 3 മാസം ഷൂട്ട് ഒന്ന് ബ്രേക്ക് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ടോട്ടൽ ഇതിന്റെ ഷൂട്ടിംഗ് ടൈം എത്ര നാള്? 3 മാസമൊന്നുമല്ല. ഞാൻ 93 ഡേയ്സ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. 93 ഡേയ്സ് ഷൂട്ട് ചെയ്തത് 240 ദിവസം കൊണ്ടാണ്. നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. എന്താ വെച്ചാല് ഈ ടെറൈൻ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ആ ടെറൈൻ്റെ ക്ലൈമറ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാനത് എടുത്ത് കാണിച്ചിട്ടില്ല. അത് നിങ്ങൾ നമ്മൾ വരികൾക്കിടയിലെ വായന എന്ന് പറയും. നിങ്ങളത് വായിച്ചു നോക്കിയാൽ മാത്രം മനസ്സിലാകുന്നതാണ് ആ ടെറൈൻ്റെ ചേഞ്ചസ്. ക്യാരക്ടറിനനുസരിച്ച് ഞാൻ ടെറൈൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സാറാമ്മച്ചിയുടെ വീട് ഫസ്റ്റ് എപ്പിസോഡ് കാണിക്കുന്നത് 2010 അന്നത്തെ അവിടുത്തെ ചുറ്റുപാടും അവിടുത്തെ പറമ്പിൻ്റെ വളർച്ചയും നിങ്ങൾ 2022 അജിപുരിയും വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും. മാറ്റമുണ്ട്. ഇതേ വീട് തന്നെ 2003 ഇതേ വീട് തന്നെ 2003 2003 കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ആ വീടിൻ്റെ ഒരു വളർച്ചയും തളർച്ചയും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ എവിഡൻ്റ് അല്ല, നിങ്ങൾ എടുത്ത് കാണാൻ വേണ്ടിയല്ല, അത് എൻ്റെ സാറ്റിസ്ഫാക്ഷൻ. അല്ലെങ്കിൽ നിങ്ങൾ വരികൾക്കിടയിൽ വായിച്ചാൽ മാത്രം കാണുന്നതാണ്. കാരണം ആ മരങ്ങളുടെ വളർച്ച നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. അതിൻ്റെ ശിഖരങ്ങളൊക്കെ ഞാൻ ഇറക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ സാറാമ്മച്ചിയുടെ വീട് റഹ്മാൻ സാർ വരുന്ന സമയത്ത് അജിക്കുര്യൻ ആ വീട്ടിലേക്ക് വരുമ്പം ആ വീട് ഭയങ്കര പച്ചപ്പിൽ വലിയ മരം വലിയ തടിയൊക്കെ ആയിട്ട് റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്. ആ വീട് പറമ്പ് നിറച്ച് വലിയ പച്ചപ്പാണ്. പക്ഷെ 2010 സാറാമ്മച്ചി ആ വീട് കാണിക്കുമ്പോൾ എല്ലാ മരങ്ങളും ഉണങ്ങി അതിനൊരു എന്താ വെച്ചാൽ ആ ക്യാരക്ടർ അങ്ങനെയാണ്. കാരണം സാറാമ്മച്ചി എന്താണോ, ബിബൻ എന്താണോ, അതുപോലെയാണ് അതിൻ്റെ ചുറ്റുപാടും. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു വളർച്ചയില്ലാത്ത ഒരു ഭയങ്കര ദ്രവിച്ചു പോവാൻ, അല്ലെങ്കിൽ എല്ലായിടത്തും ഉണ്ട്. നോട്ട് ജസ്റ്റ് സാറ് പാലക്കാട് മൂഡ് ഓഫ് ആയ ആ പറമ്പ് തന്നെ മൂഡ് ഓഫ് ആണ് സാറാമ്മച്ചിയെ കാണിക്കുന്ന സമയത്ത്. ആ സമയത്ത് റഹ്മാൻ സാർ വരുമ്പോഴല്ല, അതിന് ഭയങ്കര പച്ചപ്പാണ്, നനവുള്ളതാണ്. ഇങ്ങനെ ഇത് എല്ലാ പരിപാടിയിലും ഞാൻ ചെയ്തിട്ടുണ്ട്, എല്ലാ സീൻസിലും എല്ലാ ടെറൈനിലും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പാലക്കാട് റഹ്മാൻ സാറെ കേസ് അന്വേഷിച്ച് പോകുമ്പോൾ അതൊരു മഴക്കാലത്താണ്. ആ കരിക്ക് കടയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളവിടെ റെയിൻ അടിച്ചിട്ടില്ല, മൂടതാണ്, ക്ലൗഡൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഈ ദേവൻ കുപ്ലരുടെ കഥ പറയുന്ന സമയത്ത് അവിടെ ഉണക്കാണ്, ചൂടാണ്. അല്ലാതെ ഞങ്ങൾ എഴുതി കാണിച്ചില്ല ഒരു വേനൽക്കാലത്ത് അല്ലെങ്കിൽ ഒരു മഴക്കാലത്ത് ഒന്നും എഴുതി കാണിച്ചില്ല. ഇത് എല്ലാ സ്ഥലത്തും ഉണ്ട്, എല്ലാ ലൊക്കേഷൻസിലും ഉണ്ട്. പിന്നെ ബാംഗ്ലൂർ സിറ്റി ഷൂട്ട് ചെയ്തിരിക്കുന്നത് 2017. നിങ്ങൾ ശ്രദ്ധിച്ച് കാണത്തില്ലായിരിക്കും. നിങ്ങൾക്ക് ഇപ്പോഴത്തെ ബാംഗ്ലൂർ സിറ്റി ആയിട്ടായിരിക്കും തോന്നിയിരിക്കുന്നത്. നിങ്ങൾ 2017 അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ അങ്ങനത്തെ ഒരു സ്ഥലം അങ്ങനത്തെ ആ ടൈം പീരീഡിൽ എങ്ങനെയായിരിക്കാം അതിലെ പോയിരിക്കുന്ന വണ്ടികൾ ഞങ്ങൾ വിട്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ രജിസ്ട്രേഷനുള്ള വണ്ടിയാണ്. അതൊക്കെ ഒരു മൈന്യൂട്ട് പരിപാടിയാണ്, നിങ്ങൾ ശ്രദ്ധിക്കണമെന്നില്ല. ബാംഗ്ലൂരിൽ പോയിരിക്കുന്ന ഇട്ടിരിക്കുന്ന ചെരുപ്പുകൾ, കയ്യിൽ കെട്ടിരിക്കുന്ന വാച്ച്, അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന മൊബൈല്, അത് ആ സമയത്ത് ഇറങ്ങിയ മൊബൈലുകളൊക്കെ വെച്ചിട്ടുണ്ട്. അതായത് റഹ്മാൻ സാർ ചെല്ലുമ്പോൾ 2022. പക്ഷെ ആ സ്ഥലം നമ്മൾ പിന്നീട് ഇതിനു മുമ്പ് പറയുമ്പോൾ കഥ പറയുന്ന സമയത്ത് പക്ഷെ നിങ്ങളത് ശ്രദ്ധിച്ചാൽ മാത്രം മനസ്സിലാവും. അപ്പൊ ഇതൊക്കെ കൃത്യമായിരുന്നു ഞങ്ങളിൽ. ഇതൊന്നും മുഴച്ച് നിൽക്കാത്തത് കൊണ്ടായിരിക്കാം, അത്രയും ഡീറ്റെയിലിംഗ് അത്ര എഫേർട്ട് ഇട്ടത് കൊണ്ടായിരിക്കാം. നമ്മൾ ഏത് മൊബൈല് ഏത് സമയത്താണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിന് പോലും ലിസ്റ്റിംഗ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഇനി രണ്ടാമത് വാച്ചുമ്പോഴായിരിക്കും കാരണം വെച്ചാല് ഈ ബിബിൻ യൂസ് ചെയ്യുന്ന ഒരു ഫോണുണ്ട്, അത് ആ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല ഫോൺ. അവൻ അതൊക്കെ മേടിക്കാൻ നമ്മളവിടെ എവിടെയൊക്കെ കാണിക്കുന്നുണ്ട്. ഈവൻ മോശമില്ലാത്തൊരു ഇവൻ്റെ കയ്യിൽ ചെറിയ ചെറിയ ടെക്നിക്സ് ഉണ്ടെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. നിങ്ങൾ ആ ടേബിൾ കണ്ടറിയുന്നുണ്ട്. സാറാമ്മച്ചി മോശം തീർന്നു കഴിഞ്ഞാൽ അവൻ അത് സ്പിരിറ്റൊക്കെ ഉപയോഗിച്ച് അത് ചെയ്ത് കൊടുക്കാന്ന് പറയുക. ഇവൻ്റെ ഒരു കെമിക്സ് എന്ന് പറയുന്ന സാധനം ഉണ്ട്, അത് അവന് മേക്ക് ചെയ്യാൻ അറിയാം. അവൻ അതിൽ ബ്രില്യൻ്റ് ആണെന്നുള്ളതാണ്.
അതുകൊണ്ടാണ് അവൻ പിൽക്കാലത്ത് അവൻ കുക്ക് ചെയ്യുന്നത്, ടിഎംഐ കുക്ക് ചെയ്യുന്നത്. ഇതൊക്കെ ഞങ്ങൾ നേരത്തെ ഇട്ടിട്ടാണ് പോകുന്നത്. എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. അത് ഇവനൊരു ക്യാരക്ടർ പറയുന്നുണ്ട്, സാധാരണക്കാരായ വിപിന്റെ അസാധാരണമായ ബുദ്ധിയാണെന്നുള്ളത്. സോ അതിനുള്ള സാധനങ്ങൾ ആദ്യമേ ഇട്ട് വെക്കുന്നുണ്ട്. അത് എവിഡന്റ്ലി അല്ല, ക്ലിയർലി നമ്മൾ അതങ്ങ് മനസ്സിലാക്കിയേക്കണമല്ലോ, അത് മുഴച്ചു നിൽക്കുക അങ്ങനെയല്ല. ക്യാരക്ടറിന്റെ ഭാഗമായിട്ട് ആൾക്കാർ കണ്ടു വരുമ്പോഴേ ഇതിൻ്റെ അകത്ത് ലൂപ്പോൾസ് മനസ്സിലാവും. ഇപ്പൊ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ മുതൽ ഇവർക്ക് പാരലൊരു യാത്രയുണ്ട്. ആൾക്കാർ ഈ അജയ് കുര്യനും അൻസാരിയും വിനോദ പങ്കജാക്ഷനും യാത്ര ചെയ്യുമ്പോൾ ഇവരെ കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് പിന്നീട് എല്ലാവർക്കും മനസ്സിലാവും. അത് നിങ്ങൾ ഒരിക്കലും ഇപ്പൊ പിടിക്കത്തില്ല, നിങ്ങൾ അടുത്ത കാഴ്ചകളിലൊക്കെ മനസ്സിലാവും. അത് സെക്കൻഡ് സീസണിലോട്ടുള്ളതാണോ? സെക്കൻഡ് സീസൺ അല്ല, അതല്ല. സെക്കൻഡ് തേർഡ് അതൊക്കെ പിന്നീട് സംഭവിക്കുന്ന കാര്യം. ഞങ്ങൾ എഴുതുമ്പോൾ, ഞങ്ങളത് പ്ലാൻ ചെയ്യുമ്പോൾ അത് അടുത്ത സീസണിന് വേണ്ടി അല്ല. അവിടെ ഒരു ബ്രില്യൻറ്റ് വർക്ക് അതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട്. ഇവരെ യാത്രയുടെ പിന്നിൽ അങ്ങനെ കുറെ വർക്കുകളൊക്കെ ഉണ്ടെന്ന് നമ്മൾ വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊരിക്കലും പറയുന്ന പോലെ ഫോഴ്സ്ഫുള്ളി ആകരുതെന്നുള്ള നിർബന്ധമുണ്ട്. അതിന് ഇൻഡിവിജ്വലി ഷോട്ട് വെക്കണമെന്നോ അത് മാർക്ക് ചെയ്യപ്പെടണമെന്നോ എന്ന് ഞങ്ങൾ എവിടെയും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിനെപ്പറ്റി ചർച്ച ചെയ്യാത്തത്, ചോദ്യം വരാത്തത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ശ്രദ്ധിച്ച ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. ഇവർ ആ ട്രാവലിംഗ് ടൈമിൽ കാറ് പോകുമ്പോൾ ബാക്കിൽ ഒരു കാറിൽ നിന്നുള്ളൊരു ഷോട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ പലയിടത്തും അങ്ങനെ ഞാൻ ഒരുപാട് സ്ഥലം അങ്ങനത്തെ കുറെ. പിന്നീട് ആ കാർ ഇവിടെ നേരെ പാസ് ചെയ്ത് പോവാണല്ലോ ഇവര് സൈഡിൽ. അവിടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഞാൻ വെച്ചിട്ടുണ്ട് കാറിന്റെ അകത്തുനിന്ന്. അതെ, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്. അത് പോയിന്റ് ഓഫ് വ്യൂ ആണ് ആ ഷോട്ട്. ഇങ്ങനെ മനസ്സിലായി. ഈ വെരി എൻഡിൽ വരുമ്പോൾ ആറ് ശബ്ദം ആണ് എന്നുള്ളതുണ്ട്. വിപിനെ വിളിക്കുന്ന ശബ്ദം ആരുന്നത്. ഞാൻ ഗസ് ചെയ്തത് കറക്റ്റ് ആണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ പലരും ചിന്തിക്കുന്നതിനായിരിക്കും ഞാൻ ചിന്തിച്ചിട്ടുള്ളത്. റിവീൽ ചെയ്യണ്ടല്ലോ ഇപ്പൊ. വേണ്ട അത് വേണ്ട. ഞാൻ പറയുന്നുണ്ട്. ഞാൻ അവിടെ ഇപ്പൊ റഹ്മാൻ സാറിന്റെ അജയ് കുര്യൻ മെർലിന്റെ വീട്ടിൽ രണ്ടാമത് കത്ത് അന്വേഷിച്ച് വരുന്ന സമയത്ത് ഇവർ താഴെ നിന്നിട്ട് CCTV ചോദിക്കുന്ന സമയത്ത് ഞാൻ ഒരു പോയിന്റ് ഓഫ് ഷോട്ട് വെച്ചിട്ടുണ്ട്. അതെ, ഇതന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതൊരു അങ്ങനെ ഞങ്ങൾക്ക് കൃത്യമായ ധാരണ ഉണ്ട്. എനിക്ക് അവനും ധാരണ ഉണ്ട്. ഇത് പ്രീ പ്ലാൻ ചെയ്ത് തന്നെ ഇതെല്ലാം ചെയ്തായിരുന്നു. അതായത് ഷൂട്ടിംഗ് ടൈമില് ഡയറക്ടറും DOPയും ഉറപ്പ് ഞങ്ങൾ മൂന്നുപേരും ഡിസ്കഷൻ ചെയ്യാത്ത അതിൻ്റെ അകത്തൊന്നുമില്ല. ഞാനും അറോസും ക്യാമറമാനുമായിട്ടായിരുന്നു ഏറ്റവും സിമ്പിൾ. ഞങ്ങൾ ചിന്തിക്കാത്തതായിട്ട് അതിൻ്റെ അകത്ത് ഒരു ഷോട്ട് പോലും വെച്ചിട്ടില്ല. ഞങ്ങൾക്ക് കൃത്യമായിട്ട് ധാരണ ഉണ്ട് പരിപാടി. ഇപ്പൊ തെങ്കാശി നിൽക്കുമ്പോൾ ബസ് പോകുന്നുണ്ട്, ഞാൻ ബസ്സിന്റെ അകത്തുനിന്ന് ഷോട്ട് വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് നമ്മുടെ ക്യാമറയിലൂടെ മനസ്സിലാകുമ്പോഴാണ് അതിനകത്ത് ബ്ലെൻഡ് ആകുക. അല്ലെങ്കിൽ അവൻ എനിക്ക് ഒരു നല്ല ഷോട്ട് എന്നുള്ളതല്ല, നമുക്ക് ആ പരിപാടി എന്തിനാണെന്നുള്ളത് അവന് മനസ്സിലാകണം. അതുകൊണ്ട് എല്ലാ ഡിസ്കഷനിലും ഫായിസും ഉണ്ടായിരുന്നു, ഫായിസിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു, ഫായിസിന്റെ ഇൻപുട്സ് ഉണ്ടായിരുന്നു. അതാ ഞാൻ പറയുന്നത്. ഇപ്പൊ നമുക്ക് എനിക്കിപ്പോ മനസ്സിൽ എന്റെ ആർട്ട് ഡയറക്ടറെ പറ്റി പറയുകയാണ്. ആഷിഖ് വലിയ പ്രായമൊന്നും ഇല്ലാത്ത ആളാണ്. അവൻ്റെ ധൈര്യമായിരിക്കും അവന് ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞു. ഇപ്പം എൻ്റെ ഒരു വിഷൻ ഉണ്ട്. ആ വിഷൻ ഞാൻ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇപ്പം എൻ്റെ എഡിറ്ററും മ്യൂസിക് ഡയറക്ടറൊക്കെ പിന്നീടാണ് വിഷ്വലാണ്. അവര് ഞാൻ വെച്ച വിഷ്വൽ വർക്ക് ചെയ്യാൻ വരുന്നവരാണ്. മനസ്സിലായില്ലേ? അവർക്ക് ഈ പറയുന്ന പോലെ വെല്ലുവിളികൾ കുറവാണ്. വെല്ലുവിളി ഉണ്ടെന്ന് പറഞ്ഞ് എൻ്റെ വിഷ്വലിന്റെ മേളിൽ അല്ലെങ്കിൽ ഞാൻ പറയുന്ന ആ ഔട്ട് തരണമെന്നാണ് അവരാഗ്രഹം. അതേസമയത്ത് എൻ്റെ ക്യാമറമാനും എൻ്റെ ആർട്ട് ഡയറക്ടറും ശൂന്യതയിൽ നിൽക്കുന്നവരാണ്. എൻ്റെ വിഷ്വലിലേക്ക് യാത്ര ചെയ്യേണ്ടവരാണ്. ഞാനിപ്പം വന്നിട്ട് സാറാമ്മച്ചിയുടെ വീട് ഐഡിയ പറഞ്ഞു കൊടുത്തിട്ട് നീ ഇപ്പോൾ തപ്പിയെടുക്കുന്ന പറഞ്ഞ ആർട്ട് ഡയറക്ടറെ വിടുക കാരണം കൊടുത്തു. അവൻ 100 കണക്കിന് സ്ഥലം ഫോട്ടോ എനിക്ക് ഡെയിലി വന്നുകൊണ്ടിരിക്കും. അതിൽ നിന്ന് നമ്മൾ ഒരു സ്ഥലം കണ്ടെത്തിട്ട് ഞാനും അറോസും ക്യാമറാനും കൂടെ ആ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുക. അപ്പൊ ആ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ അതത് അഴിച്ചുവിട്ട പിള്ളേരെ പോലെ വായു ഒരു സൈഡിലോട്ട് പോകും. അവൻ ഓടുന്നത് എന്തിനാണെന്ന് സൂര്യൻ എവിടെ ഉദിക്കുന്നു എവിടെ അസ്തമിക്കുന്നു എന്ന് നോക്കാനാണ്. ആ പറമ്പില് ആ സൂര്യന്റെ യാത്ര ഇതിലേ ആയിരിക്കും. എങ്ങനെയായിരിക്കും അതിന്റെ ലൈറ്റിംഗ് സോഴ്സ് കിടക്കുക, അതായിരിക്കും ഫായ് നോക്കുക. ആർട്ട് ഡയറക്ടറോട് ഞാൻ ചെന്ന് പറയുന്നത് എനിക്ക് എവിടെയാണ് സാറാമ്മച്ചിയുടെ വീട് സെറ്റ് ചെയ്യാൻ പറ്റുക, ഏത് ആംഗിൾ, എനിക്ക് ഇന്ന ആംഗിളിൽ നിന്ന് സാറാമ്മച്ചി നടന്നു ഒരു ഷോട്ടുള്ളതാണ്, അതുകൊണ്ട് ഇങ്ങനെ പോകണം, എനിക്കിവിടെ ഒരു ചെറിയ പാലം ഇടണം തടി വെച്ചിട്ട്, അതൊരു ചെറിയ കുഴിയായിരിക്കണം സാർ, അതൊരു ബോർഡറാണത്, അതിൻ്റെ അപ്പുറം ഇപ്പുറവും വേറെ ലോകങ്ങളാണ്. സാറാമ്മച്ചിയെ ജോഷിയുടെ വീട്ടിൽ പോയി അവനോട് ബീഫും പോർക്കും മേടിക്കാൻ പറഞ്ഞ് സാറാമ്മത്ത് തിരിച്ച് ആ പറമ്പിലോട്ട് കയറുമ്പം ആ പറമ്പ് മാറുകയാണ്. അതേ നടപ്പ് അവൻ ജോഷിയുടെ വീട്ടിൽ നടക്കുന്നുണ്ട്. അവര് കൂളാണ്.
അവർ ആ പാലം കടന്ന് ഒരു സ്റ്റെപ്പ് വെച്ച് താഴത്തോട്ട് ഇറങ്ങി നടക്കുമ്പോൾ മുതൽ ആ അറ്റ്മോസ്ഫിയർ മാറുകയാണ്. അവരവിടെ നിന്ന് വീണ്ടും ഹാലുസിനേഷനിലേക്ക് പോകും. ഇതൊക്കെ ഞാൻ കൃത്യമായിട്ട് എൻ്റെ ആർട്ട് ഡയറക്ടറോട് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? നമ്മൾ അതിനുള്ള സെറ്റിങ്സ് ചെയ്യുക. ആ വീടും ഞാൻ ആ ഡയറക്ടറോട് പറഞ്ഞ ഞാൻ ആ സെറ്റിട്ട വീടും അതിൻ്റെ ഇന്റീരിയറും തമ്മിൽ 17 കിലോമീറ്റർ വ്യത്യാസമാണ്. അതിന്റെ നിങ്ങൾ ഈ കാണുന്നത് എക്സ്റ്റീരിയർ മാത്രമാണ്. ഇന്റീരിയർ ഷൂട്ട് ചെയ്തിരിക്കുന്നത് 17 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു വീടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന് മാച്ച് ചെയ്ത ഒരു വീട് കണ്ടെത്തുക. പുറത്തുനിന്ന് വന്നതിന് കേറുന്നത് ഇന്ത്യയുടെ വേറെ സ്ഥലത്താണ്. അതിന്റെ അകത്ത് നമുക്ക് ഒന്നും ചെയ്യാനൊക്കത്തില്ല. അതൊരു റബ്ബർ കുഴിയാ, റബ്ബർ പെരയാണ്. അതിന്റെ ചുറ്റുമാണ് നമ്മൾ ആ സെറ്റ് ഇട്ടിരിക്കുന്നത്. ഡോർ തുറന്ന് അകത്ത് കയറിയ സാറാമച്ചിയും ബിബിനും ഡോറിന്റെ മുകളിൽ ഒളിച്ചിരിക്കുക. മുമ്പോട്ട് വെക്കാനൊക്കത്തില്ല, ഒരു കുഴിയിലേക്ക് അവരുടെ ഡോറിന്റെ മുകളിൽ ഒളിച്ച് നിൽക്കാൻ. കാരണം ഞാൻ കട്ട് പറയുന്നത് ഇതേ സാധനമാണ് ഞാൻ 17 കിലോമീറ്റർ അപ്പുറത്തുള്ള വീട്ടിന്റെ ഇന്റീരിയർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓപ്പണിംഗ് സീൻ തന്നെ ഒരാളെ സ്കൂട്ടറിൽ രണ്ട് സ്ഥലത്താണ്. അവന്റെ പോയിന്റ് ഓഫ് വ്യൂ ജനാലെ കൂടെ എടുത്തിട്ട് പിന്നെ അത് ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് 17 കിലോമീറ്ററുള്ള വേറൊരു വീട്ടിലാണ്. എന്റെ ജനാല കംപ്ലീറ്റ് ഗ്രീൻ മാറ്റാണ്. അകത്തുനിന്ന് പുറത്തോട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നതൊക്കെ ഞാൻ VFX ചെയ്തതാണ്, റബ്ബർ തോട്ടങ്ങളെല്ലാം. ഇതൊക്കെ കൃത്യമായ പ്ലാനിങ് ഉണ്ടായിരുന്നു. ആ പ്ലാനിങ് ചെയ്യുക എന്നുള്ളതാണ്. ഇവർക്ക് ഡോക്യുമെന്റ് ഉണ്ട്. ഞങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് സ്ക്രീൻ പ്ലേയിലുണ്ട്. ആസ് എ ഡയറക്ടർ നജീബിക്ക് എന്താ വേണ്ടതെന്നുള്ളത് വളരെ കൃത്യമായി ഇവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അവർക്ക് റെഫറൻസ് ആയിട്ട് ഈ സ്ക്രിപ്റ്റ് ഉണ്ട്. അതിൽ കൃത്യമായ ഡീറ്റെയിലിങ് കൃത്യമായി വെച്ചിട്ടുണ്ട്, എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത്. സോ അവരത് റെഫർ ചെയ്തിട്ടാണ്, അത് വെച്ചിട്ട് അവർക്കൊരു സ്ഥലം കാണുമ്പോൾ പറ്റുമോ ഇല്ലയോ എന്നുള്ള അവർക്ക് തന്നെ ധാരണ ഉണ്ട്. അപ്പൊ ആഷിക്കൊക്കെ ഒരു സ്ഥലം കണ്ടെത്തിയാൽ, നമുക്ക് വേണ്ട ലൊക്കേഷൻ കണ്ടെത്തി ആഷിക്കിന് ആദ്യം ബോധ്യം വരണം ഇത് അതിന് ഓക്കെ ആണെന്നുള്ളത്. ആഷിക്ക് നമ്മുടെ അടുത്ത് പറയും ഇത് ഓക്കെ അല്ല, വേറെ സ്ഥലം കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ആഷിക്ക് കൺവിൻസ്ഡ് ആവുന്ന ഒരു പോയിന്റിൽ മാത്രമേ നമ്മൾ ആ സ്ഥലത്ത് കൊണ്ടുപോകുള്ളൂ. അല്ല, എൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാല് ഈ നമ്മൾ പറയുന്നത് അവന് മനസ്സിലാവുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്. ഞാൻ പറയുന്ന വ്യൂ എൻ്റെ ആർട്ട് ഡയറക്ടർ മനസ്സിലാവുക എന്നല്ല. ഇപ്പം അജുക്കുരിൻ്റെ ഒരു ഓഫീസ് ഞാൻ വരച്ച് കാണിക്കുകയാണ്. എനിക്ക് ഇങ്ങനെയാണ് വേണ്ടത്, ഇങ്ങനെ ഒരു പരിപാടിയാണ്. ഇവിടെ ഇന്നത് വേണം, ഇവിടെ ഇന്നത് വേണം, ഇവിടെ ഇത് പ്ലേസ് ചെയ്യും, ഇവിടെ ഇത് വരും, ടേബിളിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു സാധനം വേണം, അതിങ്ങനെ ചെയ്യണം. ഇതൊക്കെ നമ്മൾ കൃത്യമാണ്. എനിക്ക് കൃത്യമായ ധാരണയുണ്ട്, ഞങ്ങൾക്ക് ധാരണയുണ്ട്. അപ്പോൾ ആ ഡയറക്ടർ അതിലേക്ക് എത്തും. പിന്നെ രണ്ടാമത്തെ കാര്യം, ആഷിക്കിനിൽ നോ ഇല്ല. നമ്മളൊരു ആർട്ട് ഡയറക്ടറെ കയ്യിൽ നിന്നും ഒരു ക്യാമറമാൻ്റെ കയ്യിൽ നിന്നും ഒരു ഡയറക്ടർ കിട്ടാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ വേർഡ് എന്ന് പറയുന്നത് നോ ഇല്ല, യെസ് മാത്രമാണ്. എനിക്കത് വേണം, യെസ് സാർ, എനിക്കിത് കിട്ടണം, യെസ് സാർ. ഒരു ഡയറക്ടറെ സംബന്ധിച്ച് അവൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് യെസ് ആണ്. എനിക്ക് ഈ വിഷ്വൽ വേണം, യെസ് സാർ. ഞങ്ങൾ അതിനു വേണ്ടി കഷ്ടപ്പെടും. നമ്മൾ നോക്കുമ്പോൾ സാറാമച്ചി വരുന്നതൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഇത് അതൊന്നും അല്ല. ആ വലിയ പറമ്പാണ്, ഇപ്പോഴും കാറ്റുള്ള ഒരു പറമ്പാണ്. അവിടെയും മിസ്റ്റൊന്നും ഇല്ല. ഞങ്ങൾ ആ വീടിന്റെ ചുറ്റും വലിയ മിഷൻ കൊണ്ടുവന്നിട്ട് ഈ ലിറ്റർ കണക്കിന് ഡീസൽ കത്തിച്ചിട്ട് ആ പുകയാണ് അവിടെ മൊത്തം. നിങ്ങൾ ഈ കാണുന്ന മിസ്റ്റൊക്കെ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തതാണ്. കാരണം കാറ്റാണ്, നിൽക്കില്ല. നമ്മൾ എത്ര ലിറ്റർ ഡീസൽ കത്തിച്ച് പുക വിടുമ്പോഴാണെന്നല്ല സാറാമിച്ച് അതൊക്കെ കവർ ചെയ്യാൻ പറ്റുന്നത്. ഇതിന്റെ അകത്തൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാകുക, ഇത് നിൽക്കുന്ന നീന ഗുപ്തയാണ്, ആണ്. അവർക്കും അത് മനസ്സിലാവും. ആക്ടർ എന്തിനാണ് ഇവർ ഈ എഫേർട്ട് ഇടുന്നത്? ഈ പറഞ്ഞ ഡീസലാണ് പോക. കാരണം നമ്മൾ ഈ കൊണ്ടുവന്ന കരിയില എന്നൊക്കെ പറയുന്നത് അവിടുത്തെ ഇതോ വലിയ റബ്ബർ കാട്ടിൽ പോയി ലോറി കണക്കിന് കരിയില നമ്മൾ ചാക്കിൽ കൊണ്ടുവന്നിട്ട് ഡംപ് ചെയ്ത് വെച്ചിരിക്കുക. ഇതിനിടയിൽ മഴ പെയ്തിട്ട് ഇത് കംപ്ലീറ്റ് നനഞ്ഞിട്ടുണ്ട്. ഈ റബ്ബറെല്ലാം നനഞ്ഞു കഴിഞ്ഞാലുണ്ട് ഒരു നാറ്റമുണ്ട്. ഈ ഒരു നീനായ ഗുപ്തയെ കൊണ്ട് അവിടെ നിർത്തിയിട്ട് ഞങ്ങളുടെ ആർട്ട് ഡയറക്ടറിലെ പിള്ളേർ വലിയ പ്രൊപ്പല്ലർ 7-8 പ്രൊപ്പല്ലർ വെച്ചിട്ട് ഇങ്ങനെ അടിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ കരിയില വിടുകയാണ്. അത് ആ മണ്ണും കരിയിലൊക്കെ അവരൊരിക്കലും എന്നോടത് ഒന്നും പറയില്ല. കാരണം അവർ നോക്കുമ്പോൾ എന്തെങ്കിലും അവർ ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ബോംബെയിലൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടർ വേറെ മൂഡ്, ക്യാമറാമാൻ വേറെ മൂഡ്, ആർട്ടിസ്റ്റുകൾ വേറെ മൂഡ്, ഇവർ തമ്മിലൊരു ഒന്നും സിങ്കു ഒന്നുമില്ല. ആ സമയത്ത് വരുന്ന ചെയ്യാൻ മാത്രം. ഇത് അവിടെ അതല്ല. അവരെല്ലാ ദിവസവും വന്ന് ചോദിക്കും, ഇന്നലെ എത്ര മണി വരെ ഷൂട്ട് ചെയ്തു? കാരണം ഞാൻ അവർ 5:55 വരും രാവിലെ ഷൂട്ട് തുടങ്ങിയിട്ട്. അവർ വന്നിട്ട് കൗതുകത്തോടെ തോന്നുന്നു, ഇന്നലെ എത്ര മണി വരെ ഷൂട്ട് പോയി? അപ്പോഴവർ ഇന്ന് രാത്രി 12 മണി വരെ പോയെന്ന്. അപ്പൊ ഇന്നലെയാ 12 മണി, അതിന് മുമ്പ് 12 മണി. നിങ്ങൾക്ക് ഉറങ്ങണ്ടേ? സൺഡേ ബ്രേക്ക് ഇല്ലേ? സൺഡേ ബ്രേക്ക് അവർ 5 to 5 രാവിലെ 6 മണിക്ക് വന്ന് വൈകുന്നേരം 5 മണിക്ക് ഷൂട്ടിംഗ് വിടും.
പിന്നെ അവർ റിലാക്സ് ആണ് പിറ്റേ ദിവസത്തെ ഷൂട്ട് ചെയ്തോളൂ. പക്ഷെ ഇവർ കാണുന്ന ഇവർ നോക്കുമ്പോൾ വലിയ സീനിയേഴ്സ് ഒന്നും അല്ല, ഞങ്ങൾ സമപ്രായക്കായ കുറേ പേര് നിന്നിട്ട് പണിയെടുക്കണം. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ലൊക്കേഷനിൽ പോകാൻ തോന്നാറായി. അവർ പറയുന്നത് നിങ്ങൾ എങ്ങനെ ഇത്ര എഫേർട്ട് ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ ബൊംബൈയിൽ ചെന്നപ്പം അവർ NDTV കൊടുത്തൊരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കുറെ പിള്ളേരെന്നാണ് പറയുന്നത് സൗത്ത് ഇന്ത്യനെ പറ്റി പറയുന്നത്, അല്ലെങ്കിൽ മലയാളത്തെ പറ്റി പറയുന്നത്. നമുക്കത് പ്രൗഡ് മൂവ്മെന്റ് ആണത്. അവർ പറയുന്നത് ഇന്ത്യയിൽ ഇത്രയും ഗംഭീര കഴിവുള്ള പിള്ളേർ, അവർക്ക് ഒരു ജാട പോലും ഇല്ലാണ്ട് 24 മണിക്കൂറും വർക്ക് ചെയ്യാൻ ഇങ്ങനെ തയ്യാറായി നിൽക്കാം. നീനാമുത്ത പോകുന്നതിന് മുമ്പ്, ഇവിടെ ഷൂട്ട് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് ഞങ്ങളൊരു സ്പീച്ച് ഉണ്ട്. ആ സ്പീച്ചിൽ നീനാമുത്ത പറഞ്ഞത് ഞങ്ങളെല്ലാവരും ഞെട്ടിച്ചുകൊണ്ടാണ്. നീനാമുത്ത അവിടെ ഒരു കോസ്റ്റ്യൂമർ അസിസ്റ്റന്റ് ഉണ്ട്, അവൻ്റെ പേര് അബി എന്നാണ്. ഒരു കോസ്റ്റ്യൂമറിൽ ഏറ്റവും താഴത്തെ ഒരാളാണ് അബി. അവർ ആ സ്പീച്ചിൽ പറഞ്ഞത്, ഞാൻ എൻ്റെ ഒരു കരിയറിൽ, എൻ്റെ സിനിമാ ജീവിതത്തിൽ എനിക്ക് ഇതേപോലെ ഒരു അസിസ്റ്റന്റിന് അത് അവർ പറയുന്ന വെച്ചാല് ഇത്രയും പ്രൊഫഷണലിൽ ടേക്ക് കെയർ ചെയ്യുക. അവനൊരു കോസ്റ്റ്യൂം അസിസ്റ്റന്റ് ആണ്. ഞാൻ കട്ട് പറഞ്ഞാൽ സാറാമച്ചി താഴെ നോക്കുമ്പോൾ സാറാമച്ചിന് 2 കാലയിൽ അവൻ പിടിച്ചിട്ടുണ്ടായിരിക്കും. കാരണം എൻ്റെ പ്രോപ്പർട്ടി ചെരുപ്പ് മാറ്റിയിട്ട് സാറാമച്ചിയുടെ ചെരുപ്പ് അവൻ ഇട്ട് കൊടുക്കും. അതെ, അവർക്ക് ഡിസ്കംഫർട്ട് ആണ്, അവർക്ക് ശീലമില്ലാത്തൊരു ചെരുപ്പാണ്. നമ്മുടെ നാട്ടിലെ ചെരുപ്പല്ലേ, അവർക്ക് അവൻ ആ ചെരുപ്പ് മാറ്റിയിരിക്കും. ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് 36 ഡിഗ്രി ചൂടുണ്ട്. ഇവർക്ക് ഞാനൊരു സ്വെറ്റർ ജാക്കറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവർ വെട്ടി വിയർക്കും. അപ്പം ആ സെക്കൻഡിൽ അവനൊരു ഊരും. അഭിയെന്നോ അല്ലെങ്കിൽ അവരുടെ മേക്കപ്പോ അവരാൾക്കാരോ ഇല്ലാത്തൊരു സ്ഥലത്ത് തൊട്ട് പുറകിൽ അവനുണ്ട്. ഇതേ വർത്താനം അവർ NDTV കൊടുത്ത ഇന്റർവ്യൂവിൽ അവിടെ പറയുന്നത് കേട്ടു. അത് ഞാൻ ഭയങ്കര അത്ഭുതപ്പെട്ടു. അവരെ ടേക്ക് കെയർ ചെയ്യുന്നതല്ല, അവൻ കാണിക്കുന്ന പ്രൊഫഷണലിസമാണ്. അവൻ ചെയ്യുന്ന ജോലിയോട് അവൻ കാണിക്കുന്ന ഏറ്റവും വലിയ ആത്മാർത്ഥത പറ്റിയാണ്. അത് തന്നെയായിരിക്കും ഈ ടീമിനോട് അവർക്ക് തോന്നിയ. 1.5 വർഷം കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞു. സാറാമച്ചി ഇവിടെ നീനാകുത്ത് ഷൂട്ട് കഴിഞ്ഞ് പോയിട്ട് 1.5 വർഷം കഴിഞ്ഞു. 1.5 വർഷം കഴിഞ്ഞ് NDTVക്ക് ഒരു ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് അവർ പറയുന്നു, ഞാൻ അവിടെ നിന്ന് കണ്ടത് എൻ്റെ ഒരു അസിസ്റ്റന്റ് ഉണ്ട്, പേര് അബി എന്നാണ്. അപ്പം നമ്മൾ അപ്പുറത്തുനിന്ന് കേൾക്കാൻ നമുക്ക് അഭിമാനമാണ്. കാരണം അവർ പറയുന്നത് എങ്ങനെ ഈ പിള്ളേർ ഇത്രയും ഡെഡിക്കേറ്റ് ചെയ്യുന്നതെന്ന്. ഒരു സാധനം ഇവർ ആദ്യം വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഫായും മറോസും കൂടി ഇവർ വെൽക്കം ചെയ്യാൻ വേണ്ടി ഇവർക്ക് കൊടുത്ത റിസോർട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാണ് എൻ്റെ DOP എന്ന് പറഞ്ഞു. DOP നോക്കിയിട്ട് പറഞ്ഞു, നീ ഓക്കെ, നീ എന്നെ കത്തിച്ചൊന്നും കളയില്ല, ഒരു പ്രായമായ സ്ത്രീയാണ് ഞാൻ, അനാവശ്യ ലൈറ്റ് ഒന്നും വെക്കരുത് എൻ്റെ അടുത്ത്. അപ്പം ഫായ് പറഞ്ഞു, ഫായ് പാവം, അവൻ ഭയങ്കര അവൻ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. ഷൂട്ട് തുടങ്ങി 2ാമത്തെ ദിവസം ഈ നീനമ്മ സഞ്ജുവിനോട് ചോദിച്ചിട്ടുണ്ട്, ഇവൻ എങ്ങനെ ഈ വിഷ്വലൊക്കെ ഇങ്ങനെ എടുക്കുന്നതെന്ന് ചോദിച്ചു. കാരണം അവർ വിചാരിച്ചിരിക്കുന്നത് എന്തോ ഒരു പരിപാടിയാണെന്ന് മാത്രമാണ്. പക്ഷെ ഇതിൻ്റെ ഒരു ഔട്ട് ഞാൻ അവിടെ കട്ട് ചെയ്ത് കാണിക്കുമ്പോൾ അവർക്ക് അവിടെ നിന്ന് മനസ്സിലാവുകയാണ് നമ്മൾ ചുമ്മാതല്ല വന്നിരിക്കുന്നത്. അതൊക്കെ ആയിരിക്കും. അവരിപ്പോഴും ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു, നീ നാട്ടിലൊരു സിനിമ ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസത്തെ വേഷത്തിനെങ്കിലും നീ എന്നെ വിളിക്കണം. ഇപ്പം 2 കൺട്രീസ് പോലെ ഒരു അത്രയും കോമഡി എന്റർടൈനർ ഒരു സിനിമ ചെയ്തു. അതുപോലെ തന്നെ അപൂർവരാഗം, ഇപ്പം ഇടി എന്ന് പറയുന്ന സിനിമ, 2 വട്ടം നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ കുറെ സിനിമകളുണ്ട്. അതിൽ നിന്നും ലൈക്ക് വെബ് സീരീസ് പലരും ഉണ്ട്, ഇപ്പോഴത്തെ ഫിലിം മേക്കേഴ്സ് പലരും ഉണ്ട്, വെബ് സീരീസ് ചെയ്ത് അവിടെ നിന്നും സിനിമയിലേക്ക് പോകാം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ നിങ്ങൾ ഇപ്പം സെക്കൻഡ് പാർട്ടിന്റെ ഒരു ക്യൂ തന്നിട്ടാണല്ലോ ഇട്ടിരിക്കുന്നത്. ഇപ്പം പല സിനിമയിലെ വെബ് സീരീസിലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഫസ്റ്റ് പാർട്ട് തീർന്നിട്ടായിരിക്കും ചിലപ്പോൾ സെക്കൻഡ് പാർട്ടിന്റെ റൈറ്റിംഗ് പ്രോസസ്സ് തുടങ്ങുന്നത്. 1000 ബേബീസിൽ വരുമ്പോൾ അതെങ്ങനെയാണ്? ഒരു പേപ്പർ പോലും ഇല്ല, എഴുതിയിട്ടില്ല. ഇതില് നമുക്ക് ഈ പറഞ്ഞ പോലെ സ്ക്രീൻ പ്ലേ വളരെ ഓർഗാനിക് ആയിട്ടുള്ളൊരു ഗ്രോത്ത് ആയിരുന്നു. അത് എവിടെയാണോ ചെന്ന് നിന്നത് അവിടെയാണ് ഇതിന്റെ ഫസ്റ്റ് സീസൺ നിർത്തിയിരിക്കുന്നത്. ഇതിന്റെ സെക്കൻഡ് സീസണിലേക്കുള്ള ലീഡ് ഇട്ടിരിക്കുന്നതും അപ്പോഴത്തെ ബോധ്യത്തിനനുസരിച്ചാണ്. അത് തിരിച്ചാണ് നമ്മളൊരു വെളിയിൽ പുറത്തൊരു ഗ്രൗണ്ടിൽ നിന്ന് ഒരു റൂമിലേക്ക് കയറുന്നത് പോലെ അല്ല, നമ്മൾ ഈ മുറിയിൽ നിന്ന് വെളിയിലേക്ക് അങ്ങനെ ഒരു സാധ്യതയാണ്. ഒരു സാധനം കിട്ടും, വിശാലമായ ഗ്രൗണ്ട് ഉണ്ട്. സോ അതാണ് ആലോചിച്ചത്. നമുക്ക് ഒരു പോയിന്റിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് പോകാം എന്നുള്ള ആലോചനകളിലേക്കൊക്കെ കടക്കുന്നുള്ള അതിന്റെ ഇനീഷ്യൽ സ്റ്റേജിലേക്കൊക്കെയാണ്. പക്ഷെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് ഫോഴ്സ്ഫുള്ളി എങ്കിൽ ഒരു സെക്കൻഡ് സീസണിലേക്ക് ഒരു ക്യൂരിയോസിറ്റി ഫിൽ ചെയ്യാം എന്ന് വെച്ചിട്ടല്ല. ഓർഗാനിക്കലി ആ ക്യാരക്ടേഴ്സ് ഒക്കെ ടൈലന്റ് കണ്ടിട്ടുള്ളപ്പോൾ അറിയായിരിക്കും എന്തുകൊണ്ടാണ് അയാൾ അവിടെ പോയി നിന്ന് അത് ചെയ്യുന്നതെന്ന്. ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് അവരൊക്കെ അവിടെ ഇരിക്കുകയാണ്, ഞങ്ങളുടെ മനസ്സിലും ഞങ്ങളുടെ കഥയിലും അവരൊക്കെ അവിടെ തന്നെയാണ് ഇരിക്കുന്നത്. അവരിനി എങ്ങോട്ടാണെന്നുള്ളത് ഞങ്ങൾ ഈ മുറിയിൽ നിന്ന് ഇവരെ പുറത്തേക്ക് വിടുമ്പോഴാണ് അറിയുന്നത്. അതിന്റെ തോട്ട്സ് ഒക്കെ നടക്കുന്നുണ്ട്. ഒബ്വിയസ്ലി അതിന്റെ
അപ്രൂവലും കാര്യങ്ങളൊക്കെ വരണ അതിന് മുമ്പ് ഇതിന്റെ കഥാധാരണ അതിലേക്കൊക്കെ എത്തണം. നടക്കുന്നുണ്ട്, ആ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതിന് നമ്മൾ കുറച്ചാൾ വെറുതെ ഇരിക്കും. അതെ, റെസ്റ്റാണ് ഇനി കുറച്ചാളല്ലേ. കിടന്നു വീട്ടുകാരോടെ ചെലവഴിക്കണം. ഇപ്പം ആദ്യമേ ചോദിക്കേണ്ടതായിരുന്നു, എന്നാലും ഇപ്പൊ എല്ലാരും ഞാനൊക്കെ ബിഞ്ച് വാച്ച് ചെയ്യായിരുന്നു, പലരും ബിഞ്ച് വാച്ച് ചെയ്യുന്നുണ്ടാവണം. റെസ്പോൺസ് എങ്ങനെയുണ്ട് മൊത്തത്തില്? നല്ലതാന്ന് വെച്ച് കഴിഞ്ഞാൽ സദ്യയിൽ കിളി പോയൊക്കെ ഇരിക്കുകയാണ്. അതെ, കാരണം ചർച്ച ചെയ്യപ്പെടുമെന്നുണ്ടായിരുന്നു, പക്ഷെ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുമെന്നും നമ്മൾ കരുതിയില്ല. എല്ലാ ലാംഗ്വേജിലും അത് ഒരു വലിയ മാത്രമല്ലല്ലോ, ഇവിടെ ഒരു ഹിന്ദിയിൽ വലിയ സന്തോഷം. എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം റിവ്യൂസ് വന്നിരിക്കുന്നത് ഇതൊരു 5 hour വാച്ച് ഒരു ടൈം നമ്മൾ സ്പെൻഡ് ചെയ്താൽ കാണാൻ പറ്റുന്ന സീസൺ കൊണ്ട് തന്നെ ആളുകൾ കണ്ട് വരുന്നതേ ഉള്ളൂ. ആ സമയത്തേക്ക് തന്നെ അതർ ലാംഗ്വേജിൽ നിന്നുള്ള റിവ്യൂസ് വരുന്നത് ഏറ്റവും ആദ്യത്തെ ലൈൻ മലയാളികൾ പൊളിയാണ് എന്ന് പറയുന്ന ഒരു സാധനം. അത് നമ്മൾ ഒരുപാട് പേരിൽ വേറൊരുപാട് പ്രൊജക്ട്സ് ഇപ്പോൾ ഒരുപാട് നമുക്കറിയാം മലയാള സിനിമയ്ക്ക് എന്ത് തരം എക്സ്പോഷറാണ് അതർ ലാംഗ്വേജ് അതർ റീജിയൻസിൽ കിട്ടുന്നത്. അങ്ങനെ ഒരു എക്സ്പോഷറിൽ നമ്മുടെ ഒരു സാധനം അവിടെ മലയാളത്തിൽ നിന്നുള്ള കേരളത്തിൽ നിന്ന് മലയാളികൾ ചെയ്തൊരു വർക്ക് എന്ന നിലയ്ക്ക് ചർച്ച ചെയ്യുന്നത് ഭയങ്കരമായ സന്തോഷവും ഹൈ നൽകുന്നൊരു പരിപാടിയാണ്. ആ രീതിയിലുള്ള അപ്രീസിയേഷൻസ് വരുന്നുണ്ട്. ഭയങ്കരമായി റിവ്യൂസ് ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ ആണെന്ന് തോന്നുന്നു എനിക്ക് ബെഞ്ച് മാർക്ക് ഇൻ മലയാളം വെബ് സീരീസ് എന്നൊരു റിവ്യൂ വന്നിട്ടുണ്ട്. സോ അതൊക്കെ കാണുമ്പോൾ ഹാപ്പി, ദാറ്റ്സ് ഇറ്റ്. അത് ചെയ്ത വർക്കിന് ഇട്ട എഫേർട്ടിനുള്ളൊരു റിസൾട്ട് കാണുന്നു, ഭയങ്കര സന്തോഷമുള്ള കാര്യം. ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഈ 1000 Babies അല്ലാതെ ഇടി പോലൊരു സിനിമ ഇനി ഉണ്ടാകുമോ? നമ്മളിങ്ങനെ ഇപ്പൊ ഇടി ആയാലും കളി ആയാലും 1000 Babies ആയാലും ഇതൊക്കെ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്യപ്പെടുന്ന ഓരോ പ്രൊജക്ട്സ് ആണ്. അപ്പൊ എന്താണ് അടുത്ത് ചെയ്യാൻ പോകുന്നുള്ള ധാരണയിലൊന്നും അങ്ങനെയുള്ളൊരു എഴുത്തുകാരനും അങ്ങനെ സ്ഥിരം അങ്ങനെ ഒരാളൊന്നും അല്ല ഞാൻ. നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, നമ്മൾ പറയുന്ന കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ആകുന്ന ആളുകളുമായി സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്. സോ ഇനി അടുത്ത് എന്താണെന്ന് അറിയില്ല, അത് വരുന്നു. അത് ചിലപ്പം ഈ പറഞ്ഞ ഇടി പോലെ മാസ് ഹ്യൂമർ ആയിരിക്കാം, കളി പോലെ വേറൊരു ത്രില്ലർ ആയിരിക്കും, ഇതിന്റെ സെക്കൻഡ് ആയിരിക്കും, എന്താണെന്ന് അറിയില്ല. അത് ആ സമയത്തേക്ക് ആലോചിക്കുക, അതിനുവേണ്ടി അപ്പൊ ബുദ്ധിമുട്ട്, അല്ലാത്തപ്പോ സമാധാനമായിട്ട് ജീവിക്കുക എന്നുള്ളത് അതൊക്കെ ഇപ്പോഴും ഉണ്ട്, അതിനൊന്നും ഇപ്പോഴും കുറവില്ല. ഓക്കെ, ഇപ്പം ഇത്രയാണ് 1000 Babiesന്റെ. ഇനി സംസാരിക്കാനാണ് ഇനി ഒരുപാടുണ്ട്. നമ്മള് കോൺവെർസേഷൻ ഇങ്ങനെ തുടർന്നിട്ട് കുറെ പാർട്സ് ഒക്കെ വന്നിരിക്കും. പക്ഷെ 1000 Babies ഞാൻ കണ്ടു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ ഒരു സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. എല്ലാവരും വെയിറ്റിംഗ് ആണ് എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അപ്പം ഇപ്പൊ തന്നെ ടോപ്പ് 2 എത്തി. ഇതിലും ഒരുപാട് റീച്ചിലെത്തിട്ട് ഒരുപാട് വിജയം 1000 Babiesന് ഇനിയും ഉണ്ടാകട്ടെ. താങ്ക് യു സോ മച്ച്. പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ വർക്ക് ആയിരിക്കുന്നത്. പാലക്കാട് ദേവൻ കുപ്ലേരി എന്ന് പറഞ്ഞു മനു ചെയ്തൊരു ക്യാരക്ടർ, നല്ലൊരു ക്യാരക്ടർ ആക്കുണ്ട്. അത് കൃത്യമായി നമുക്ക് രജിസ്റ്റർ ചെയ്യിക്കാൻ ഇങ്ങനൊരു സ്പേസ് OTT വെബ് സീരീസ് എന്ന് പറയുന്നത് അത്യാവശ്യമായിരുന്നു കാര്യം. അതല്ലാതെ നമുക്ക് ഇവരൊക്കെ വിക്ടിംസ് ആയിട്ട് മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. എന്തുകൊണ്ട് ഇവരൊക്കെ വിക്ടിം ആകുന്നു, എന്താണ് ഇവരുടെ ജീവിതം, എങ്ങനെയാണ് ഇതിന് ശേഷം ഇവരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നവരുടെ ജീവിതം എങ്ങനെയാണ്, ഇതിനൊക്കെ ഈ കഥയ്ക്കകത്ത് നമ്മൾ ടോട്ടാലിറ്റിയിൽ നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതൊരു സിനിമയിലേക്ക് ചുരുക്കുമ്പോൾ ഈ പറഞ്ഞ സ്ക്യൂസ് ചെയ്ത് എന്തൊക്കെ അതിനകത്ത് നഷ്ടപ്പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഏറ്റവും അവസാനം ഏതെങ്കിലും ഒരു റിവ്യൂല് നല്ലൊരു തോട്ടായിരുന്നു, എഴുതി മോശമാക്കി എഴുതിയത് നല്ലതായിരിക്കുമേ. ഞങ്ങൾ എഴുതി നന്നായിട്ട് ചിലപ്പോൾ 5 മണിക്കൂറൊക്കെ ആയിരിക്കും ഫുട്ടേജ്. അപ്പൊ ഞാൻ പറഞ്ഞത് നമുക്കൊരു എഡിറ്റർ ആദ്യം പറയും ഇത് വർക്കൗട്ടില്ല, ഇത് തിയേറ്റർ പണിയാ 2.5 മണിക്കൂർ ആക്കണമെന്ന് പറയും. അപ്പൊ നമ്മൾ തല്ല് പിടിച്ചൊരു 3 മണിക്കൂറാക്കും. ഇപ്പൊ ഡിസ്ട്രിബ്യൂട്ടർ അറിയുന്നത് എത്ര മണിക്കൂർ, 3 മണിക്കൂർ. തിയേറ്റർ കോപ്പ് വരും കുറച്ചോളം പറയും. പിന്നെ തിയേറ്ററുകാരൻ പറയുന്നു 2 മണിക്കൂറാക്കാൻ, എന്നാലും അവൻ ഓടിക്കത്തുള്ളൂ. ഇല്ലാണ്ടാകത്തില്ലേ? എല്ലാം ഇല്ലാണ്ടായി, എല്ലാം ഇല്ലാതായി തിയേറ്ററുകാരന് വേണ്ടി ചെയ്യണം. പിന്നെ മനസ്സിലായി, അതാന്നിട്ട് 2 മണിയിൽ ഒതുങ്ങിയിട്ട് യാറൂസ് നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു തോട്ട് എഴുതി നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് റിവ്യൂ ആക്കേണ്ടി വരും. ഇപ്പൊ സെക്കൻഡ് പാർട്ടിന്റെ ഒരു ക്യൂ തന്നിട്ടാണല്ലോ ഇട്ടിരിക്കുന്നത്. ഇപ്പം പല സിനിമയിലും അല്ല വെബ് സീരീസിലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഫസ്റ്റ് പാർട്ട് തീർന്നിട്ടായിരിക്കും ചിലപ്പോൾ സെക്കൻഡ് പാർട്ടിന്റെ റൈറ്റിംഗ് പ്രോസസ്സ് തുടങ്ങുന്നത്. 1000 Babiesൽ വരുമ്പോ അതെങ്ങനെയാണ്? ഒരു പേപ്പർ പോലും ഇല്ല, എഴുതിയിട്ടില്ല. ഇതില് നമുക്ക് ഈ പറഞ്ഞ പോലെ സ്ക്രീൻ പ്ലേ വളരെ ഓർഗാനിക് ആയിട്ടുള്ളൊരു ഗ്രോത്ത് ആയിരുന്നു. അത് എവിടെയാണോ ചെന്ന് നിന്നത് അവിടെയാണ് ഇതിന്റെ ഫസ്റ്റ് സീസൺ നിർത്തിയിരിക്കുന്നത്.
ഇതിന്റെ സെക്കൻഡ് സീസണിലേക്കുള്ള ലീഡ് ഇട്ടിരിക്കുന്നതും അപ്പോഴത്തെ ബോധ്യത്തിനനുസരിച്ചാണ്. അത് തിരിച്ചാണ് നമ്മളൊരു വെളിയിൽ പുറത്തൊരു ഗ്രൗണ്ടിൽ നിന്ന് ഒരു റൂമിലേക്ക് കയറുന്നത് പോലെ അല്ല, നമ്മൾ ഈ മുറിയിൽ നിന്ന് വെളിയിലേക്ക് അങ്ങനെ ഒരു സാധ്യതയാണ് ഒരു സാധനം അതൊരു വിശാലമായ ഗ്രൗണ്ട് ഉണ്ട്. സോ അതാണ് ആലോചിച്ചത്. നമുക്ക് ഒരു പോയിന്റിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് പോകാം എന്നുള്ള ആലോചനകളിലേക്കൊക്കെ കടക്കുന്നുള്ള അതിന്റെ ഇനീഷ്യൽ സ്റ്റേജിലേക്കൊക്കെയാണ്. പക്ഷെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് ഫോഴ്സ്ഫുള്ളി എങ്കിൽ ഒരു സെക്കൻഡ് സീസണിലേക്ക് ഒരു ക്യൂരിയോസിറ്റി ഫിൽ ചെയ്യാം എന്ന് വെച്ചിട്ടല്ല. ഓർഗാനിക്കലി ആ ക്യാരക്ടേഴ്സ് ഒക്കെ ടൈലന്റ് കണ്ടിട്ടുള്ളപ്പോൾ അറിയായിരിക്കും എന്തുകൊണ്ടാണ് അയാൾ അവിടെ പോയി നിന്ന് അത് ചെയ്യുന്നതെന്നും. ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് അവർക്ക് അവിടെ ഇരിക്കുകയാണ്, ഞങ്ങളുടെ മനസ്സിലും ഞങ്ങളുടെ കഥയിലും അവരൊക്കെ അവിടെ തന്നെയാണ് ഇരിക്കുന്നത്. അവരിനി എങ്ങോട്ടാണെന്നുള്ളത് ഞങ്ങൾ ഈ മുറിയിൽ നിന്ന് ഇവരെ പുറത്തേക്ക് വിടുമ്പോഴാണ് അറിയുന്നത്. അതിന്റെ തോട്ട്സ് ഒക്കെ നടക്കുന്നുണ്ട്. ഒബ്വിയസ്ലി അതിന്റെ അപ്രൂവലും കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ഇതിന്റെ കഥാധാരണ അതിലേക്കൊക്കെ എത്തണം. നടക്കുന്നുണ്ട്, ആ പ്രോസസ്സ് നടക്കുന്നുണ്ട്. നമ്മൾ കുറച്ചാണ് വെറുതെ ഇരിക്കും. അതെ, വീട്ടുകാരോടെ ചെലവഴിക്കണം. ഇപ്പം ആദ്യമേ ചോദിക്കേണ്ടതായിരുന്നു, എന്നാലും ഇപ്പൊ എല്ലാരും ഞാനൊക്കെ ബിഞ്ച് വാച്ച് ചെയ്യായിരുന്നു, പലരും ബിഞ്ച് വാച്ച് ചെയ്യുന്നുണ്ടാവണം. റെസ്പോൺസ് എങ്ങനെയുണ്ട് മൊത്തത്തില്? നല്ലതാന്ന് വെച്ച് കഴിഞ്ഞാൽ സദ്യയിൽ കിളി പോയൊക്കെ ഇരിക്കുകയാണ്. അതെ, കാരണം ചർച്ച ചെയ്യപ്പെടുമെന്നുണ്ടായിരുന്നു, പക്ഷെ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുമെന്നും നമ്മൾ കരുതിയില്ല. എല്ലാ ലാംഗ്വേജിലും അത് ഇവിടെ ഹിന്ദിയിൽ വലിയ സന്തോഷം. എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം റിവ്യൂസ് വന്നിരിക്കുന്നത് ഇതൊരു 5 hour വാച്ച് ഒരു ടൈം നമ്മൾ സ്പെൻഡ് ചെയ്താൽ കാണാൻ പറ്റുന്ന സീസൺ കൊണ്ട് തന്നെ ആളുകൾ കണ്ട് വരുന്നതേ ഉള്ളൂ. ആ സമയത്തേക്ക് തന്നെ അതർ ലാംഗ്വേജിൽ നിന്നുള്ള റിവ്യൂസ് വരുന്നത് ഏറ്റവും ആദ്യത്തെ ലൈൻ മലയാളികൾ പൊളിയാണ് എന്ന് പറയുന്ന ഒരു സാധനം. അത് നമ്മൾ ഒരുപാട് വേറൊരുപാട് പ്രൊജക്ട്സ് ഒരുപാട് നമുക്കറിയാം മലയാള സിനിമയ്ക്ക് എന്ത് തരം എക്സ്പോഷറാണ് അതർ ലാംഗ്വേജ് അതർ റീജിയൻസിൽ കിട്ടുന്നത്. അങ്ങനെ ഒരു എക്സ്പോഷറിൽ നമ്മുടെ ഒരു സാധനം അവിടെ മലയാളത്തിൽ നിന്നുള്ള കേരളത്തിൽ നിന്ന് മലയാളികൾ ചെയ്തൊരു വർക്ക് എന്ന നിലയ്ക്ക് ചർച്ചയാകുന്നത് ഭയങ്കരമായ സന്തോഷവും ഹൈ നൽകുന്നൊരു പരിപാടിയാണ്. ആ രീതിയിലുള്ള അപ്രീസിയേഷൻസ് വരുന്നുണ്ട്. ഭയങ്കരമായി റിലീസ് ബൈ ടൈംസ് ഓഫ് ഇന്ത്യ ആണെന്ന് തോന്നുന്നു എനിക്ക്. ബെഞ്ച് മാർക്ക് ഇൻ മലയാളം വെബ് സീരീസ് എന്നൊരു റിവ്യൂ വന്നിട്ടുണ്ട്. സോ അതൊക്കെ കാണുമ്പോൾ ഹാപ്പി, ദാറ്റ്സ് ഇറ്റ്. അത് ചെയ്ത വർക്കിന് ഇട്ട എഫേർട്ടിനുള്ളൊരു റിസൾട്ട് കാണുന്നു, ഭയങ്കര സന്തോഷമുള്ള കാര്യം. ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഈ 1000 Babies അല്ലാതെ ഇടി പോലൊരു സിനിമ ഇനി ഉണ്ടാകുമോ? നമ്മളിങ്ങനെ ഇപ്പൊ ഇടി ആയാലും കളിയായാലും 1000 Babies ആയാലും ഇതൊക്കെ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്യപ്പെടുന്ന ഓരോ പ്രൊജക്ട്സ് ആണ്. അപ്പൊ എന്താണ് അടുത്ത് ചെയ്യാൻ പോകുന്നുള്ള ധാരണയിലൊന്നും അങ്ങനെയുള്ളൊരു എഴുത്തുകാരനും അങ്ങനെ സ്ഥിരം അങ്ങനെ ഒരാളൊന്നും അല്ല ഞാൻ. നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, നമ്മൾ പറയുന്ന കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ആകുന്ന ആളുകളുമായി സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്. സോ ഇനി അടുത്ത് എന്താണെന്ന് അറിയില്ല, അത് വരുന്നു. അത് ചിലപ്പം ഈ പറഞ്ഞ ഇടിപോലെ മാസ് ഹ്യൂമർ ആയിരിക്കാം, കളി പോലെ വേറൊരു ത്രില്ലർ ആയിരിക്കാം, ഇതിന്റെ സെക്കൻഡ് ആയിരിക്കും, എന്താണെന്ന് അറിയില്ല. അത് ആ സമയത്തേക്ക് ആലോചിക്കുക, അതിനുവേണ്ടി അപ്പൊ ബുദ്ധിമുട്ട്, അല്ലാത്തപ്പോ സമാധാനമായിട്ട് ജീവിക്കുക എന്നുള്ളത് ചോറ് കഴിച്ച് ഉറക്കം അതൊക്കെ ഇപ്പോഴും ഉണ്ട്, അതിനൊന്നും ഇപ്പോഴും കുറവില്ല. ഓക്കെ, ഇപ്പം ഇത്രയാണ് 1000 Babiesന്റെ. ഇനി സംസാരിക്കാനാണ് ഇനി ഒരുപാടുണ്ട്. നമ്മള് കോൺവെർസേഷൻ ഇങ്ങനെ തുടർന്നിട്ട് കുറെ പാർട്സ് ഒക്കെ വന്നിരിക്കും. പക്ഷെ 1000 Babies ഞാൻ കണ്ടു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ ഒരു സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. എല്ലാവരും വെയിറ്റിംഗ് ആണ് എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അപ്പം ഇപ്പൊ തന്നെ ടോപ്പ് 2 എത്തി. ഇതിലും ഒരുപാട് റീച്ചിലെത്തിട്ട് ഒരുപാട് വിജയം 1000 Babiesന് ഇനിയും ഉണ്ടാകട്ടെ. താങ്ക് യു സോ മച്ച്.